നമസ്കാരം. ഏതാണ്ട് 1000 കൊല്ലത്തോളം വിദേശ ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞ രാജ്യമാണ് ഭാരതം. ആദ്യം മുസ്ലിം അധിനിവേശവും പിന്നീട് പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും അടക്കം സകല അധിനിവേശ ശക്തികളും നമ്മളെ അടിമകളാക്കി ഭരിച്ചു. അത്തരമൊരു രാജ്യം സ്വതന്ത്രമാകുമ്പോൾ, അധികാരം ഭാരതീയരിലേക്ക് തിരികെ എത്തുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യം അതിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് ആരായാലും ചിന്തിച്ചു പോകും. എന്നാൽ അഹിംസയിലും ഗാന്ധിസത്തിലും വിശ്വസിച്ച നെഹ്റുവോ കോൺഗ്രസോ രാജ്യത്തിന്റെ ബാഹ്യ സുരക്ഷയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. ഭാരതത്തെ പോലെ ഒരു വലിയ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ പോലും നെഹ്റുവിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹി വാസ് ക്ലൂലെസ്. സൈന്യത്തെ ആധുനികവൽക്കരിക്കണമെന്നോ ആയുധങ്ങൾ വാങ്ങണമെന്നോ ഒന്നും നെഹ്റുവിന് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ നവീകരണത്തിനുള്ള നിരന്തരമായ എല്ലാ ആവശ്യങ്ങളും നെഹ്റു അവഗണിച്ചു. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം നേരിട്ട ഏറ്റവും വലിയ നഷ്ടം പട്ടേലിന്റെയും സുഭാഷിന്റെയും അസാന്നിധ്യമായിരുന്നു. 1950 പട്ടേൽ മരിച്ചു. സുഭാഷ് അതിനു മുൻപേ തന്നെ പോയി. ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നുവെങ്കിൽ നെഹ്റുവിന്റെ പല മണ്ടത്തരങ്ങളും തടയപ്പെടുമായിരുന്നു. നെഹ്റു ക്യാബിനറ്റിലെ പലർക്കും നെഹ്റു ചെയ്യുന്നത് പലതും മണ്ടത്തരങ്ങളാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് നെഹ്റുവിനോട് പറയുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു നെഹ്റുവിയൻ ഡെമോക്രസി. ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ ആർമി ചീഫ് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു, സർ റോബർട്ട് ലോക്ഹാർട്ട്. ഇദ്ദേഹം ഒരു ഡിഫൻസ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നെഹ്റുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. അതിനോടുള്ള നെഹ്റുവിന്റെ പ്രതികരണം കണ്ട് റോബർട്ട് ലോക്ഹാർട്ട് അമ്പരന്ന് പോയി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നെഹ്റു പറഞ്ഞത് ഇതാണ്: റബിഷ്, ടോട്ടൽ റബിഷ്. അതായത് ചവർ. ഡിഫൻസ് പ്ലാനിനെ കുറിച്ചാണ്. പൂർണ്ണമായും ചവർ. നമുക്ക് ഡിഫൻസ് പ്ലാൻ ഒന്നും വേണ്ട. നമ്മുടെ പോളിസി അഹിംസയാണ്. നമുക്ക് ആരിൽ നിന്നും യാതൊരു ഭീഷണിയുമില്ല. സ്ക്രാപ്പ് ദ ആർമി. യഥാർത്ഥത്തിൽ സൈന്യത്തെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. നമ്മുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലീസ് മതി. ഇതായിരുന്നു നെഹ്റുവിന്റെ പ്രതികരണം. മാത്രമല്ല 50,000 സൈനികരെ നെഹ്റു വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അഹിംസ നടപ്പാക്കണമല്ലോ. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സോവിയറ്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു ക്രൂഷ്ചേവ്. ഭാരതത്തിനെ പോലെ ഒരു വലിയ രാജ്യത്ത് മിലിറ്ററി എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി വളർത്തിയെടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ക്രൂഷ്ചേവ് പല ചർച്ചകളിലും നെഹ്റുവിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നെഹ്റു അത് കാര്യമായി എടുത്തിരുന്നില്ല. 62 ചൈന ആക്രമിച്ചതിന് ശേഷമാണ് നെഹ്റുവിന് ബോധമുണ്ടാവുന്നത്. അതിനുശേഷമാണ് സോവിയറ്റ് യൂണിയനുമായി ഈ സൈനിക സഹകരണത്തിന് ശ്രമിക്കുന്നത്. നെഹ്റു പാർലമെന്റിലും പ്രസ് മീറ്റിലും ഒക്കെ പറഞ്ഞ 1-2 സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ വായിക്കാം. എത്രമാത്രം രാജ്യത്തിന്റെ സുരക്ഷയെ നെഹ്റു അവഗണിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് അദ്ദേഹം പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകൾ. 3 ഞാൻ വായിക്കുന്നത്. ഒന്ന്, ലാത്തിയും കല്ലും കൊണ്ട് സ്വയം പ്രതിരോധിക്കുവാനുള്ള ശേഷി രാജ്യത്തിനുണ്ട്. അതായത് ആയുധങ്ങളൊന്നും വാങ്ങണ്ട, ലാത്തിയും കല്ലും മതിയെന്ന്. മറ്റൊന്ന് ഇതാണ്: നിങ്ങളുടെ മനോവീര്യം മെച്ചപ്പെടുത്തുകയും കീഴടങ്ങുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഒന്നിനും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഇതൊന്നും ചൈനീസ് ആക്രമണ സമയത്ത് ഈ മനോവീര്യം വർക്കൗട്ടായില്ല. മറ്റൊന്ന്, സൈന്യത്തെക്കുറിച്ച് മറക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. ഇതൊക്കെയായിരുന്നു നെഹ്റുവിന്റെ മനോഭാവം. ഈ ചിന്താഗതി കൊണ്ടിരുന്നിട്ടാണ് 62 ചൈനീസ് യുദ്ധത്തിൽ ദൈവം പോലും നമ്മളെ കൈവിട്ടത്. നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലൊക്കെ എഴുതി. എന്നാൽ 1000 കൊല്ലം നമ്മൾ അടിമകളായി പോയത് ഈ മനോഭാവം കൊണ്ടാണെന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സൈന്യത്തോടുള്ള നെഹ്റുവിന്റെ അവഗണനയെക്കുറിച്ച് ആർമി ചീഫ് ആയിരുന്ന KS തിമ്മയ്യ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് സ്പീച്ചിൽ പറയുന്നുണ്ട്. ഇതാണ് തിമ്മയ്യ പറഞ്ഞത്: നെഹ്റുവിന്റെ കാലത്ത് ഒരു നാഷണൽ പോളിസി ഉണ്ടായിരുന്നില്ല, ഗ്രൗണ്ട് സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല, സൈന്യം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. 47 ഇംഗ്ലീഷുകാർ കൈമാറിയതല്ലാതെ പുതിയതായി ഒരായുധം പോലും സൈന്യത്തിനുണ്ടായിരുന്നില്ല. നമ്മുടെ സൈനിക നയങ്ങൾ പലതും കാലഹരണപ്പെട്ടതായിരുന്നു. സൈനികരുടെ ഭക്ഷണവും വസ്ത്രവും ഒക്കെ പരിതാപകരമായിരുന്നു. സാധാരണ ചെരുപ്പ് വിട്ടുകൊണ്ടാണ് നമ്മുടെ സൈനികർ ചൈനയുമായി യുദ്ധത്തിന് പോയത്. അവർക്ക് ബൂട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും നമ്മളുടെ സൈനികർ അവരുടെ കഴിവിന്റെ പരമാവധി രാജ്യത്തെ സംരക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നെഹ്റു പാർലമെന്റിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സൈന്യത്തിന്റെ ഏറ്റവും നല്ല കാലം ഇതെന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞതായിരിക്കും. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.